തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഓൺലൈനിലാക്കുന്ന വിപ്ലവകരമായ ചുവടുവയ്പ്പാണ് കെ സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. വീട്ടുപടിക്കൽ എന്നതിൽ നിന്ന് വിരൽത്തുമ്പിലേക്ക് സേവനം എത്തിയതോടെ കെ സ്മാർട്ട് ജനങ്ങൾക്ക് ഏറെ ആശ്വാസമായി. എന്നാൽ UDF മുഖമാധ്യമമായ മനോരമയ്ക്ക് അതൊട്ടും ആശ്വാസമായില്ല. പതിവ് പോലെ സർക്കാർ പദ്ധതിയെ കരിവാരിത്തേക്കാൻ കള്ളക്കഥ സൃഷ്ടിക്കാൻ കുത്തിത്തിരിപ്പുമായി മനോരമ ഇറങ്ങി. കെ സ്മാർട്ടിൽ നിന്നും സേവനങ്ങളൊന്നും ലഭിക്കുന്നില്ല, സേവനങ്ങൾ ഓൺലൈനായെന്ന സർക്കാരിന്റെ വാദം പൊളിഞ്ഞു, പദ്ധതി തട്ടിപ്പാണ്, ഇങ്ങനെയൊക്കെയായി മനോരമയുടെ വിലാപം. എന്നാൽ വ്യാജ വാർത്തയുടെ തരികിട സ്ക്രിപ്റ്റ് വാർത്തയിൽ തന്നെ വെളിച്ചത്തായി. കെ സ്മാർട്ട് എന്ന പേരിൽ മനോരമ ന്യൂസ് കാണിച്ചത് അതേ പേരിലുള്ള മറ്റൊരു ചൈനീസ് ആപ്ലിക്കേഷൻ. വ്യാജ വാർത്തയ്ക്ക് തിരക്കഥ ഒരുക്കിയവർ കെ സ്മാർട്ടിന്റെ ലോഗോ എങ്കിലും ഒന്ന് നോക്കാനോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കാനോ അധികൃതരോട് അന്വേഷിക്കാനോ ശ്രമിച്ചില്ല. മനോരമയ്ക്ക് ആപ്ലിക്കേഷൻ മാറി അബദ്ധം പറ്റിയതാണെന്ന് മനോരമയുടെ പിറവി മുതൽ ആ മാധ്യമത്തെ അറിയാവുന്ന മലയാളി വിശ്വസിക്കില്ല. 4 ആളെ തെറ്റിദ്ധരിപ്പിച്ച് ഇടതുപക്ഷ സർക്കാരിനെതിരെ തിരിക്കാനായാൽ അത്രയും ആശ്വാസം. അതിന് ഏത് ചൈനീസോ ജാപ്പനീസോ ആപ്ലിക്കേഷനുകളും മനോരമ ഇറക്കും. എന്നാൽ മനോരമ കാണാത്ത, പ്രേക്ഷകരെ കാണിക്കാത്ത മാറ്റങ്ങൾ കെ സ്മാർട്ടിൽ നിന്നും നാട്ടിൽ നടക്കുന്നുണ്ട്. സേവനങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ ലഭിച്ച അനുഭവം പലരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പങ്കെടുത്ത സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് കെ സ്മാർട്ടിലൂടെ ലഭിച്ചത് 30 മിനിറ്റ് കൊണ്ടാണ്. സംസ്ഥാനത്തെ എല്ലാ നഗരങ്ങളിലും ത്വരിത വേഗത്തിലാണ് ഇപ്പോൾ വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പൊതുസേവനങ്ങളെല്ലാം ഓൺലൈനായി ലഭിക്കുന്ന കെ സ്മാർട്ട് എന്ന സംവിധാനം പൊതുജനം ഏറ്റെടുത്തു കഴിഞ്ഞു. പക്ഷേ ആ ജനങ്ങളെ മനോരമയുടെ മഞ്ഞ കണ്ണാടിയിൽ മാത്രം കാണില്ല.